സൈബർ ലോകത്തെ ദുരനുഭവം തുറന്നു പറഞ്ഞ നടൻ അക്ഷയ് കുമാർ സൈബർ ഇടത്ത് കുട്ടികൾ സുരക്ഷിതരല്ലെന്നും തന്റെ മകളോട് ഒരാൾ നഗ്നചിത്രം ആവശ്യപ്പെട്ടു എന്നുമാണ് അക്ഷയ് കുമാറിന്റെ പ്രതികരണം. സൈബർ ഇടത്തെ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അവബോധം ഉണ്ടാക്കാനാണ് തന്റെ തുറന്നു പറച്ചിലെന്നും അക്ഷയ് കുമാർ പറഞ്ഞു. And then he sent a message. Can you send me a picture of yours? It was my daughter. She switched off the whole thing and she went and told my wife. And this is how everything begins. It was great that she went and spoke to my wife about it. This is how things begin. ये भी एक साइबर क्राइम का ही एक हिस्सा है. ശ്രീനാഥ് ചന്ദ്രനുണ്ട് മുംബൈയിൽ നിന്ന് ഇപ്പോൾ വിവരങ്ങളുമായി. ശ്രീനാഥ്, ഇത് ഏത് പരിപാടിക്കിടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയത്? എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീനാഥ്? ഡോക്ടർ ഉന്മേഷ്, ഇന്നിപ്പോൾ മഹാരാഷ്ട്ര പോലീസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നടന്ന ഒരു പരിപാടിയാണ് ഈ സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കാനുള്ള ഒരു ക്യാമ്പയിൻ്റെ ഉദ്ഘാടന പരിപാടിയാണ്. അതിലാണ് അക്ഷയ് കുമാർ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു ദുരനുഭവം തുറന്നു പറഞ്ഞത്. തൻ്റെ മകൾക്ക് 13 വയസ്സുള്ള മകൾ നിതാരയ്ക്ക് നേരിടേണ്ടി വന്ന ഒരു ദുരനുഭവം അദ്ദേഹം തുറന്നു പറയുകയാണ്. ഓൺലൈൻ ഗെയിം മകൾ കളിക്കുന്നുണ്ടായിരുന്നു. അതിൽ അജ്ഞാതനായ ഒരാളുമായാണ് ഈ ഗെയിം കളിച്ചുകൊണ്ടിരുന്നത്. അതിനിടയിൽ ഇവർക്ക് പരസ്പരം സംസാരിക്കാനുള്ള അവസരമുണ്ട്. നേരിട്ട് കാണാൻ കഴിയില്ലെങ്കിൽ പോലും എന്താണ് പേര്, എവിടെയാണ് സ്വദേശം എന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. തുടക്കത്തിലൊക്കെ വളരെ മാന്യമായി സംസാരിച്ചു കൊണ്ടിരുന്ന അയാൾ പെട്ടെന്ന് നഗ്ന ചിത്രങ്ങൾ മകളോട് ആവശ്യപ്പെട്ടു. മകൾ പെട്ടെന്ന് തന്നെ ഗെയിം അവസാനിപ്പിച്ച് അമ്മയുടെ അടുത്ത് വന്ന് ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അതുകൊണ്ട് മകൾ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നതാണ് അക്ഷയ് കുമാർ പറഞ്ഞത്. അക്ഷയ് കുമാർ സ്വന്തം അനുഭവം പറയാനുള്ള കാരണം എത്രത്തോളം വലിയ ഒരു ബുദ്ധിമുട്ടാണ്, പ്രശ്നമാണ് ഈ സൈബർ ഇടത്തുണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ എന്നതിനെക്കുറിച്ച് ആളുകൾക്ക് കൂടുതൽ ബോധ്യപ്പെടാൻ വേണ്ടിയാണ് സ്വന്തം അനുഭവം തന്നെ അദ്ദേഹം പറയുകയും ചെയ്തത്. മാത്രമല്ല, സ്കൂളുകളിൽ ഈ സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള അവബോധം കുട്ടികൾക്കിടയിൽ ഉണ്ടാക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ശാസ്ത്രവും ഗണിതവും ഒക്കെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ കുട്ടികൾക്ക് ഈ സൈബർ ഇടത്തെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കാനുള്ള പ്രത്യേക പീരീഡ് വേണം എന്നൊരാവശ്യം കൂടി അദ്ദേഹം ഈ ഒരു അനുഭവം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ പരിപാടിയിൽ വെച്ച് പറഞ്ഞു. ഉന്മേഷ്, ശരി. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.